പ്രൊവിഷൻ ഹോബിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാ ഈ ഭാഗത്തായിട്ട് കുറച്ച് മീൻ നിൽപ്പുണ്ട് കേട്ടോ. മുരളിച്ചേട്ടൻ വല എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പം മുരളിച്ചേട്ടൻ എത്തിയിട്ടുണ്ട്. നമുക്ക് വല എടുക്കുന്നുണ്ട്, എറിഞ്ഞു നോക്കാം. നമ്മളീ പുഴയിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് കയറുന്ന ഭാഗത്തായിട്ടാണ് മീൻ കണ്ടേക്കണേ. മുരളിച്ചേട്ടൻ വല റെഡിയാക്കി മീനെ കണ്ടാൽ എറിയുന്നതായിരിക്കും. ഇതിവിടെയായിട്ടാണ് മീൻ നിൽക്കുന്നത്. ഭയങ്കര ചെളിയാണ്. അപ്പോൾ ഇറങ്ങിയാൽ ഭയങ്കര ചെളിയായതുകൊണ്ട് ഇറങ്ങണില്ല എന്ന് മുരളിച്ചേട്ടൻ പറയുന്നത്. കരിമീനെ കണ്ടിട്ട് എറിഞ്ഞേക്കണ ഭാഗമാണ് കേട്ടോ. ഇല്ലല്ലോ, സാധനം ഒരു പാമ്പാണ് കേട്ടോ പോണേ. എൻ്റെ അമ്മ അതെന്നാ, അത് വലുതെന്നാ വലുതാ നോക്കി. ഓ വലുതാട്ടോ, അതെ പൊളവനായി പൊളവൻ. ഒന്നും മറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ വല നമ്മൾ വലിക്കുന്നതായിരിക്കും. എന്നാലും കട്ട വെയിറ്റിംഗ് ആണ്. മീനിവിടെ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. മുരളിച്ചേട്ടൻ വല വലിക്കാൻ പോവാണ്. ഭയങ്കര ചെളിയല്ലേ, വല ഈ പൊങ്ങി വരുന്നതാണ് കേട്ടോ. ആ ഭയങ്കര ചെളിയാണ് കേട്ടോ, ഭയങ്കര വേസ്റ്റാണ് മുരളിച്ചേട്ടാ. ഒരെണ്ണം കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ, അതേ കിടന്ന് പിടയ്ക്കണ ഒരെണ്ണം അവിടെ ഉണ്ട്. എൻ്റെ അമ്മ ഭയങ്കര ചെളിയാണ് കേട്ടോ. ഇറങ്ങാണ്ട് പിടിക്കുക അതെല്ലാം അല്ലേ. ഒരെണ്ണം കുടുങ്ങിയിട്ടുണ്ട് എന്നാലും കരിമീൻ. ഒരെണ്ണം ഞാൻ കണ്ടു. ഇവിടെ ഇനി ഇപ്പുറ സൈഡിലേ കാണണ്ടേ. കേട്ടാനും പാടായിരിക്കുമല്ലേ. അവിടെ അങ്ങനത്തെ പടച്ചാണ്ട് ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെയുണ്ട്, ഈ സൈഡിലും ഉണ്ട്. ഈ എൻ്റെ അമ്മ ചെളിയുടെ ആവശ്യമാണല്ലോ വിളിച്ചിട്ട്. ശേ എൻ്റെ ദൈവം, ഇവിടെ ഒരു കരിമീൻ, അങ്ങേറ്റത്തെ ഒരു കരിമീൻ കേട്ടോ. ചെളിയുടെ അഭിഷേകമാണ് കേട്ടോ. മീൻ കളയല്ലേ. എവിടെ കഴുകിയെടുക്കും? അടക്കണോ? എൻ്റെ അമ്മ ഇതിലെവിടെ കരിമീൻ എന്ന് അറിയണേ. ഇങ്ങനെ എടുക്കണ ഒരു കരിമീൻ ഇപ്പോഴേ ഉണ്ട്. ചെളിയായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ കഴുകുമ്പോൾ കാണിക്കാം. കഴുകാൻ പോവാണ്. അടുവൻ്റെ പരിപാടി തരൂലേ. പള്ളത്തി ഉണ്ടായിരുന്നു. ആ പള്ളത്തി ഉണ്ട് കേട്ടോ. ഇല്ല ഒരെണ്ണമുണ്ട്. ഇതല്ലേ കരിമീൻ. എവിടെ? ആ ഈ കിടക്കണ പറഞ്ഞു. ഒരെണ്ണമുള്ളോ? ആ ഈ കിടക്കണ പറഞ്ഞു. ചെറുതാ. 2 കരിമീനും പിടിച്ചിട്ടുണ്ട് മുരളിച്ചേട്ടൻ. കാണുന്നതാണ് രണ്ടാമത്തെ കരിമീൻ. ഇതാണ്. ഇങ്ങനെ 2 കരിമീൻ കിട്ടി. കുറച്ച് പ്രായലും കൂടി ഉണ്ട് ഇതിൻ്റെ കൂടെ. 10 15 പള്ളത്തി തന്നെ 15 എണ്ണമായി. 16 17 15ആയുള്ളൂ. 16 17 ആ 18 കാണിച്ചാൽ വിളിച്ചിട്ട്. ഈ പ്രായൽ എന്ന് പറഞ്ഞ സാധനം ഇതാണ് പ്രായൽ. ഓക്കെ 18ആയില്ലേ. ഇനി ആ കരിമീൻ എടുത്തിട്ട് ഈ എടുക്കണം പറഞ്ഞു. അയ്യോ 2 പേരും മെത്തെറിച്ചു. ഇത് എടുക്കണം. ഇനി എടുക്കണം കേട്ടോ. ഓർണം ഇത് കമ്പ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഒറ്റ വലയിൽ കിട്ടിയതാണ്. 18ൻ്റെ അടുത്ത് പള്ളത്തി പ്രായൽ 2 കരിമീൻ. ഒന്നോടെ വല റെഡിയാക്കിയില്ലേ? ഒന്നോടെ അറിയാം അല്ലേ? ഒന്നോടെ ഇട്ട് നോക്കാം എന്തായാലും. ഓക്കെ എറിഞ്ഞു നോക്ക്. ഇതൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. വലിച്ചു നോക്ക്. മീനായിട്ടെന്നാലും പള്ളത്തി പ്രായലും ഉണ്ടാവുന്നേ. വലിച്ചു നോക്ക് എന്നായാലും. എന്താ ചെളിയാന്ന്. ചെറുത്. അയ്യോ എടുക്കണം പള്ളത്തി.
വെള്ളത്തിയുണ്ട്. അപ്പോൾ പ്രോ ഫിഷിംഗ് ഹോബിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൂന്നാമത് അങ്ങനെ പുഴയിലോട്ട് എറിഞ്ഞിരിക്കുകയാണ് മുരളിച്ചേട്ടൻ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഈ പുഴ എവിടെ ചെന്ന് ചേരും വെള്ളം? ചെറായി ചെന്ന് ചേരും അല്ലേ? ചെറായി ബീച്ച് അല്ലേ? കൊമ്പും വേസ്റ്റും ഉണ്ട്, അല്ലാണ്ടൊന്നുമില്ല. ഇന്ന് നമ്മൾ പിടിച്ചില്ലൊരു വെറൈറ്റി മീനുണ്ട്. ഇത് എന്താണ് പറയുക? മോത അല്ലേ? ഈ ഭാഗത്ത് പറയുന്ന പേരാണ് കുളത്തുകള്ളൻ. മുള്ളൻ എന്താ പറയുക? കുറിച്ചി മുള്ളൻ എന്ന് പറഞ്ഞൊരു മീനോട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 3 ദിവസമായി മീനുകൾ വളരെ കുറച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് അടുത്ത ലൊക്കേഷനിലോട്ട്, നമ്മുടെ ഓൾഡ് ലൊക്കേഷനിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഒന്ന് എറിഞ്ഞ് നോക്കാൻ പോവാണ്. എറിഞ്ഞാൽ മുരളിച്ചേട്ടാ. കിടന്നു പോവില്ലേ? വള്ളി താത്തിയിട്ടാൽ മതിയല്ലേ? പൊതുവെ കരിമീൻ കുറവാണെന്നാണ് മുരളിച്ചേട്ടൻ പറയുന്നത് ഈ വർഷം. അവിടെയായിട്ടൊരു സ്പോട്ടോടെ ഉണ്ട്, അവിടെ കൊണ്ട് ഒന്ന് എറിഞ്ഞ് നോക്കാം. ഒന്നുമില്ല. അപ്പം നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവാണ്. ഇവിടെയൊക്കെ കിട്ടുന്നതായിരുന്നു അല്ലേ? എല്ലാം പണ്ട് ഇഷ്ടംപോലെ കരിമീൻ നിന്ന സ്ഥലങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെയാണ് അടുത്തായിട്ട് എറിയാൻ പോണേ. ഇവിടെ ചവിട്ടി നോക്കും കാലുകൊണ്ട്. അപ്പം അനക്കം കണ്ടിട്ട് കരിമീൻ ഉണ്ടെങ്കിൽ കൂട്ടായിട്ട് അടുത്തേക്ക് വരും. അപ്പോഴാണ് എറിയുക. നല്ല വെള്ളം ഉണ്ടല്ലേ? ഇവിടെ വെള്ളം കുറവാണ്. ഞങ്ങൾ താഴത്തെ ഒരു സ്പോട്ടിൽ മീൻ അനങ്ങുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും ഒന്ന് എറിഞ്ഞു നോക്കുകയാണ്. മുരളിച്ചേട്ടൻ പറയുന്ന പ്രായൽ ചെറിയ പൊടി മീനുകളും ഉണ്ടാവുക, അതല്ലാണ്ട് വലിയ കരിമീനൊന്നും കാണുന്നില്ല. ഇതിലുണ്ടോ അവിടെ? പള്ളത്തി ഉണ്ട്, അതോളൂ അല്ലേ? 2 പള്ളത്തി മാത്രം. ഇതാണ് ആ പള്ളത്തികൾ. ഈ ഭാഗത്ത് മീൻ കിട്ടുന്നതാണ്. ഇവിടെയായിട്ടാണ് മറിഞ്ഞത് കണ്ടത്. നോക്കാം. അടുത്തു കരിമീൻ്റെ കൂട്ടോട്ടോ. പോണോട്ടോ. അടുത്തടുത്ത് വന്നു. അങ്ങോട്ട് ഇറങ്ങിക്കേ. കാണാൻ പറ്റുന്നില്ലേ? ആ, ഞാൻ നോക്കുന്നുണ്ട്. അതെ, അങ്ങോട്ട് ഓടി മുകളിലോട്ട്. ഇതേ കയറിയിരിക്കണം. എറിഞ്ഞ എത്തൂല്ലേ? അതേ താഴത്തേക്ക് വന്നു. ഞാൻ നോക്കുന്നുണ്ട്. അതേ ഓടി വന്നു. ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇവിടെ എത്തിയിട്ടോ. എൻ്റെ നേരെ കേട്ടോ. അതുകൊണ്ടോ? ആ, അതെ എൻ്റെ നേരെ അതുകൊണ്ടോ? ആ, എനിക്ക് ഞാൻ കാട്ടിത്തരാം. ദഹിക്കുന്നുണ്ടോ? ആ, ദഹിക്കണം. ആ, നേരെ അവിടെ കയറ്റി. എത്തി മുരളിച്ചേട്ടാ. എത്തിയിട്ടില്ല, എന്നാലും കിട്ടിയ രക്ഷപ്പെട്ടു. എന്തായാലും ഒരു അടിപൊളി കൂട്ടാണ് വന്നേക്കണം. വല എറിഞ്ഞിട്ടേക്കാണ് നമ്മൾ. കഴിഞ്ഞ തവണത്തെ കണക്കൊരു ചെറിയ ചാകരയാണ്. മൂടിയിട്ടില്ല. കറക്റ്റായിട്ട് കിട്ടി. എന്തായാലും വലിച്ചു നോക്കാം. വല ഇച്ചിരിയോടെ കയറി ചെന്നായിരുന്നെങ്കിൽ കറക്റ്റായിരുന്നു. കറക്റ്റായിരുന്നു അല്ലേ? ഒരെണ്ണം പോലും ഇല്ല. ഒരെണ്ണമുണ്ട്. ഉള്ളത് വലുതാ. അത് കൊള്ളാം. അത് അടിപൊളി ഒരെണ്ണം ഉള്ളൂ അല്ലേ? എൻ്റെ മുരളിച്ചേട്ടാ, അടിപൊളി കരിമീനാണ് കേട്ടോ. ഈ സൈസ് കരിമീനായിരുന്നു മൊത്തം. ആ ജോയിൻറ്റിൽ പാലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വിചാരിക്കണം. പ്രായലാണോ? വലിയ പ്രായലല്ല, ഒരു വലിയ പ്രായൽ കിട്ടി.
ഒരു മീനുണ്ട് എന്തോ. അതെന്താണത്? കണമ്പാണോ? ആ വലിയ മീനാണല്ലോ. വലിയ മീൻ എന്തോ കുറുവ കുടുങ്ങിയിട്ടുണ്ട്. കുറുവയല്ല, പുല്ലനാ, പുല്ലൻ. അതാണ് മറ്റേത് ഓടിയത് കേട്ടോ. വലിയതല്ലേ? കാണിക്കട്ടെ. അത്യാവശ്യം വലിയൊരു പുല്ലൻ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. മറ്റവനാണ് ഓടി, ഇതിൻ്റെ കൂടെയുള്ള ഇണയാണ് അപ്പോൾ ഓടി മാറിയത്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ക്യാച്ചായിരുന്നു നിന്ന്. കരിമീൻ മിസ്സായില്ലായിരുന്നെങ്കിൽ അത്യാവശ്യം കുറച്ച് മീനോടെ മുരളിച്ചേട്ടന് കിട്ടിയാണ്. ഇപ്പോൾ ഒരു പുല്ലൻകുറവ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മീനുകളാണ് ഇന്ന് മൊത്തം കിട്ടിയത്. ആരി കൂരി കരിമീൻ ചെമ്മീനെന്ന് പറയുന്നത്. ഇച്ചിരി കയറ്റി അങ്ങോട്ട് എറിഞ്ഞാലേ. ഒരു ഇതുണ്ട്, എന്തോ മീനുണ്ട്, ഇത് എടുക്കണം. പ്രായലല്ലേ? ഒരു പ്രായലുണ്ട്. പോലല്ലോ, വലിയതല്ലേ? 2 ഉണ്ടല്ലോ. ഗുഡ്. ഇതാണ് മുരളിച്ചേട്ടൻ്റെ ഇന്നത്തെ മീൻപിടുത്തത്തിൻ്റെ റിസൾട്ട്. ഇപ്പോൾ 3 പ്രായലോടെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം സൈസുള്ള കരിമീനും പുല്ലനൊക്കെ ഉണ്ട്. മതി.